സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റിക്കൂടെ? എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. നീ ഇങ്ങനെ ലൂണയും ചവിട്ടിയും മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന എന്റെ സംശയം. ഹലോ, നമസ്കാരം. ഞാൻ രാകേഷ് ബാബു ആണ്. ഹലോ ഇല്ല, നല്ല ബോർഡിലല്ല. ഇന്ന് ക്യാമറയുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ മോഫയുടെ വീഡിയോ ആണ്. അതായത് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു റീൽസ് ഇട്ടായിരുന്നു. ജസ്റ്റ് ഒരു റീൽസ് ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് കമന്റ് ഇങ്ങനെ കംപ്ലീറ്റ് വീഡിയോ ഇടുവാന്നൊക്കെ ചോദിച്ച് കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അല്ലേടാ? ആ ആണെന്ന്. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഒന്നും ഇല്ല, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉള്ളു. ഉള്ളതൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എങ്ങനെയൊക്കെ ആണെന്ന് കണ്ടു നോക്കാം. I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Everything just feels like a test that I fail, so depressed when I can't seem to get out. But something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. Fuck your lies, I'll do what I want. Inspired by thirst, I'm inspired by worth. I desire your worst, so you can just hide while I work. I ain't tired, you first. I'll write a second, third verse about the lies you go disperse. You never did shit, I know it hurts. Something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. Fuck your lies, I'll do what I want. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഫ റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റണമായിരുന്നു. അതിപ്പോൾ നമ്മൾ പഴയ റിമ്മും അതൊക്കെ തന്നെയാണ് രണ്ടാമത് പ്ലേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ടയർ ട്യൂബിനെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അഴിച്ച് റെഡിയാക്കി കൊണ്ട് വന്ന് പിന്നെ വണ്ടീനെ മൊത്തത്തിൽ പാർട്സാക്കി. കാരണം അധികം പാർട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴിച്ച് മാറ്റാനും വളരെ എളുപ്പമായിരുന്നു. ഈ കാണുന്ന ഈ ഹാൻഡിലും റിമ്മും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കമ്പികളെല്ലാം പൊട്ടിച്ച് മാറ്റി പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചേസിന് കുട്ടിയൊക്കെ ഇട്ട് സർഫേസർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനിച്ചേട്ടനാണ് പെയിൻറ്റിങ്. പിന്നെ ഇതിൻ്റെ കളർ സെലക്ട് ചെയ്യാനായിട്ട് കുറേ ബുദ്ധിമുട്ടി. ഒരു വിൻറ്റേജ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തപ്പിയിട്ടാണ് ഈ ഒരു കളർ സെലക്ട് ചെയ്തത്. പിന്നെ ഇതൊരു നമ്മൾ മിക്സ് ചെയ്തെടുത്ത പെയിൻറ്റിൻ്റെ പുറത്ത് നമ്മളൊരു പേള് കൂടെ അടിച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പേളിൻ്റെ ഒരു ഫിനിഷിങ്ങും കൂടെ വണ്ടിക്ക് വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ സർഫേസറൊക്കെ അടിച്ച് ഉണക്കാൻ വെച്ച് അതിനുശേഷം ഇതാണ് നമ്മുടെ കളറ്. അതിൽ ആദ്യം ഫസ്റ്റ് കോട്ട് നമ്മളത് വീഡിയോയിൽ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് വറപ്പിച്ചടിച്ചു. അതിനുശേഷം സെക്കൻഡ് കോട്ട് അടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തു. പിന്നെ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പേളും അതുപോലെ തന്നെ ക്ലിയറൊക്കെ അടിക്കാനുണ്ട് കണ്ട. വലിയ ഭാഗങ്ങളൊന്നുമില്ല, ഏകദേശം ഒരു ബൈക്കിൻ്റെ ചേസിൻ്റെ അത്രേ വലിപ്പമുള്ളൂ മൊത്തത്തിൽ. അധികം വെയിറ്റും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പെയിൻ്റൊന്നും വേണ്ടി വന്നില്ല. ഒരു 100 മില്ലി പെയിൻറ്റിൽ അല്ലെങ്കിൽ 150 മില്ലി പെയിൻറ്റും മാക്സിമം മതിയായിരുന്നു. ഓക്കെ, അപ്പം പെയിൻറ്റിങ്ങൊക്കെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്.
പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് എൻജിനൊക്കെ നമ്മൾ സിൽവർ കളർ അടിച്ചത്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഇത് കരുതിക്കൂട്ടി എടുത്ത വീഡിയോ അല്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് സ്റ്റിക്കർ വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എം സീരീസാണ്, BMW എം സീരീസിൻ്റെ സ്റ്റിക്കറാണ് നമ്മൾ സൈഡിൽ കൊടുത്തത്. അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ട് ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കുകയാണ്. കണ്ടോ, ഇതുപോലെ മോഫ, പിന്നെ അതുപോലെ തന്നെ സൈഡിലെ എം സീരീസിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റാണ് പിന്നെ നമ്മൾ ക്ലിയർ അടിച്ചത്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റിൻ്റെ പുറത്ത് പേളടിച്ച് നിർത്തിയേക്കുവാണ്. ഓക്കെ, അപ്പോൾ സ്റ്റിക്കറിൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, പിന്നെ ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും ക്ലിയർ അടിച്ചു. അതിൻ്റെ വീഡിയോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ഡീസൽ ഒഴിച്ചിട്ട് എല്ലാ സ്ഥലവും ഒന്ന് ക്ലീനാക്കി എടുത്തതാണ്. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പെട്രോൾ ഒഴിച്ച് കഴിയുമ്പോൾ ഈ കരടെല്ലാം കൂടെ വന്ന് ഫിൽറ്റർ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പതിയെ പതിയെ ഓരോ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ്. ഇതാണ് എൻ്റെ പെട്രോളിൻ്റെ ടാപ്പ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുഖത്തിട്ട് ആ ഹാൻഡിലിൻ്റെ സാധനം അടിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുറിഞ്ഞായിരുന്നു. ഈ ഫോർക്കിൻ്റെ അറ്റാണ്, ഹാൻഡിലല്ല കേട്ടോ, ഫോർക്കിൻ്റെ അറ്റാൻ കൊണ്ട്. പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല. മൊത്തം കുഴപ്പമായിരുന്നു. ഓക്കെ, ഇതാണ് അക്കൗണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ സിൽവർ അടിച്ച എൻജിൻ ഇതായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ സ്റ്റിക്കറുകളൊക്കെ ആയിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ സൈക്കിളിൽ ഓട്ടുന്ന പോലത്തെ ആ പെഡലിൻ്റെ ഭാഗമാണ് ഇപ്പം പിടിപ്പിച്ചത്. പിന്നെ നേരത്തെ കാണിച്ച സ്റ്റിക്കർ മോഫ എന്ന് എഴുതിയ അങ്ങനെ ഇതെല്ലാം ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ജസ്റ്റ് എല്ലാം രണ്ടാമത് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ ആ പഴയ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആശാൻ്റെ അടുത്ത് കൊണ്ടുപോയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Everything just feels like a test that I fail, so depressed when I can't seem to get out. But something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. Fuck your lies, I'll do what I want. By thirst, I'm inspired by worth. I desire your worst, so you can just hide while I work. I ain't tired, you first. I'll write a second, third verse about the lies you go disperse. You never did shit, I know it hurts. Something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. Fuck your lies, I'll do what I want. തിരിച്ചോ, മുറുക്കി തിരിച്ചോ.
മോഫയുടെ വീഡിയോ ഇതൊക്കെയാണ് ഉള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ് കേട്ടോ. ഓടിച്ച് റെഡിയായി കൊണ്ട് വെച്ചേക്കുക. അത് ഇപ്പൊ ഓടിക്കാൻ പറ്റത്തില്ല. അത് ഓടത്തില്ല. അതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയത് കാരണം ഓടത്തില്ല. ജസ്റ്റ് അപ്പൊ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോ ഇപ്പം ബാക്കി പറയാൻ വേണ്ടി സമ്മതിക്കണില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മോഫയുടെ വീഡിയോയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ പറയണം ഇല്ല.